ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയയിൽ വരുന്ന തേർഡ് ചാപ്റ്റർ ബിസിനസ് സർവീസസ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് സർവീസസ് എന്താണെന്ന് നോക്കാം. ദ ഫോം ഓഫ് ബിസിനസ് ദാറ്റ് പ്രൊവൈഡ് സർവീസസ് ടു ദി പീപ്പിൾ. ഇപ്പോൾ ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് നമ്മൾ ബിസിനസ് സർവീസസിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ. ഇപ്പോൾ നമുക്കറിയാം, ബാങ്കുകൾ എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിൽ പല ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ SBI ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഇങ്ങനെ പല ബാങ്കുകളും ഉണ്ട്. അപ്പോൾ ഇത്തരം ബാങ്കുകളാണ് നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ മണി. അപ്പോൾ നമുക്കറിയാം, ബാങ്കുകൾ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പണമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ദേ ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 and according to its banking means accepting deposit of money from the public for the purpose of lending or investment. അപ്പോൾ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്, ബാങ്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട് ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട്. അതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ആ ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിയമം പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ഈ വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദി പബ്ലിക് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും എന്തിനു വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വായ്പകൾ നൽകുക അല്ലെങ്കിൽ മറ്റു പലതിലും നിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്? എന്തൊക്കെയാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ? അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, അതായത് ഡെപ്പോസിറ്റുകൾ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ഇൻ ദി ഫോം ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതായത് ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളായിട്ടാണ് സ്വീകരിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് നമ്മളൊരു നിശ്ചിത കാലയളവിലേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് ഒരു 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം. അപ്പോൾ ഈ കാലയളവ് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തുക പിൻവലിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത കാലാവധി വെച്ച് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് നമുക്ക് പലിശ കൂടുതലായിട്ട് ലഭിക്കും. ദെൻ രണ്ടാമതായിട്ട് വരുന്നതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എടുക്കുന്ന ഡെപ്പോസിറ്റുകളാണ് അല്ലെങ്കിൽ അക്കൗണ്ടുകളാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് എത്ര തുക വേണമെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര കാലയളവിലേക്കൊന്നുമില്ല. ഇന്ന് നമ്മുടെ കയ്യിലൊരു 5000 രൂപ വന്നിട്ടുണ്ട്, അത് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 500 രൂപയാണ് നമ്മളെ കയ്യിലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള തുകയ്ക്കനുസരിച്ച് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് പലിശ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കുറവായിരിക്കും. ദെൻ കറൻറ്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ബിസിനസ്സുകാരൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ, ഡെപ്പോസിറ്റുകളാണ് കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ദിവസം ഇത്ര ട്രാൻസാക്ഷൻസേ നടത്താവൂ എന്നുള്ള ഒരു ലിമിറ്റൊന്നുമില്ല. എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താൻ സാധിക്കും കറൻറ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ. ഞാൻ പറഞ്ഞു, അത് ബിസിനസ്സുകാരെടുക്കുന്ന ഡെപ്പോസിറ്റാണ് ഈ കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് വേണം. അപ്പോൾ ഈ കറൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അങ്ങനെ ഒരു മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക് ബിസിനസ്സിൻ്റെ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്ന അക്കൗണ്ടുകളാണ് കറൻറ്റ് അക്കൗണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞത്, നമ്മൾ സേവിങ്സ് അക്കൗണ്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ തോതിലെങ്കിലും പലിശ കിട്ടും. കറൻറ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ പലിശ നമുക്ക് പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും.
ദെൻ മറ്റൊരു തരം ഡെപ്പോസിറ്റാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നിശ്ചിത കാലാവധി വെച്ചിട്ട് നിശ്ചിത തുക നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത്തരം ഡെപ്പോസിറ്റാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഓരോ മാസവും ഒരു നിശ്ചിത തുക വെച്ചിട്ട് ഓരോ മാസവും ഇപ്പോൾ ഒരു 1000 രൂപ വെച്ചിട്ട് നമ്മൾ ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരം ഡെപ്പോസിറ്റുകൾക്കാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഫംഗ്ഷനാണ് ലെൻഡിങ് ഓഫ് ഫണ്ട്, വായ്പകൾ നൽകുക. ലെൻഡിങ് ഓഫ് മണി ഈസ് ദി മെയിൻ ബിസിനസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദി ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ സച്ച് അഡ്വാൻസ് ഈസ് ദി മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം. അതായത് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് വായ്പകൾ നൽകുക. അതേപോലെ തന്നെ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇത്തരം വായ്പകൾ നൽകുന്നതിലൂടെ ലഭിക്കുന്ന പലിശയാണ്. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഡെപ്പോസിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ടേം ലോൺസ്. അതായത് നമ്മൾ കുറഞ്ഞ കാലയളവിലേക്ക് കുറഞ്ഞ സമയത്തേക്ക് വായ്പകൾ നൽകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ഈ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിലും കൂടുതലായിട്ടുള്ള തുക പിൻവലിക്കാറുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർ പലപ്പോഴും ബില്ലുകളൊക്കെ വരാറുണ്ട്. ആ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ദീർഘകാല വായ്പകൾ, അതാണ് ടേം ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ വായ്പകളൊക്കെ നൽകുക എന്നുള്ളത് ബാങ്കുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ദെൻ ചെക്ക് ഫെസിലിറ്റി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ബാങ്ക് എന്ന് പറഞ്ഞ സമയത്ത് ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് ചെക്ക് കൊടുക്കാറുണ്ട്. ചെക്ക് കണ്ടിട്ടുണ്ടോ? ചെറിയൊരു പുസ്തകം നമ്മൾ, അതായത് ഒരുപാട് സ്ലിപ്പുകൾ ഉണ്ടാവും ആ ചെക്കിൽ. അപ്പോൾ ചെക്ക് ലീഫ് എന്ന് പറയും. ആ ചെക്ക് ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിന്നെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പേരിലുള്ള ചെക്കുകൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് അവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനൊക്കെ സാധിക്കും. Banks renders a very important service to their customers by collecting their check drawn on other bank. അതായത് മറ്റ് ബാങ്കുകൾ നൽകുന്ന ചെക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ സ്വീകരിച്ചിട്ട് നമുക്ക് പണം പിൻവലിക്കാറുണ്ട്. ദ ചെക്ക് ഈസ് ദി മോസ്റ്റ് ഡെവലപ്ഡ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. എ ചെക്ക് ഫീച്ചേഴ്സ് എ യുണീക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ ഓഫ് ബാങ്ക് ഫോർ ദി വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ചെക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ഇപ്പോൾ നമ്മൾ പണം അടയ്ക്കുക അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അനദർ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ഓഫ് പ്രൊവൈഡിങ് ദ ഫെസിലിറ്റീസ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരാൾക്ക് ബോംബെയിലേക്കോ കൽക്കട്ടയിലേക്കോ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, പണം ഇടപാട് നടത്തണമെങ്കിൽ അതിന് നമ്മൾ സഹായിക്കുന്നത് ആരാണ്? ബാങ്കുകളാണ്. ദെൻ അലൈഡ് സർവീസസ്. ഇതോടൊപ്പം തന്നെ മറ്റ് പല സേവനങ്ങളും നമുക്ക് ബാങ്ക് ചെയ്തു തരാറുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം ഈ ലോക്കർ ഫെസിലിറ്റീസ്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ബില്ല് പേയ്മെൻറ്റ് നടത്താനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയും അങ്ങനെയുള്ള മറ്റ് ഫോൺ പേ വഴിയൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ ബാങ്കിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പല ബിൽ പേയ്മെൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സോ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബാങ്കിൽ ലോക്കർ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് വേണ്ടി ബാങ്കുകൾ ചെയ്തു തരാറുണ്ട്. In addition to the above functions, bank also provide allied services such as bill payment, locker facilities, underwriting services. They also performs other services like buying and selling of shares and debentures on instrument and other personal services like payment of insurance premium, collection of dividend. അതായത് ബാങ്കുകൾ നമുക്ക് നൽകുന്ന മറ്റ് ചില സേവനങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ അവരുടെ പണം സ്വരൂപിക്കുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അതിൻ്റേതായിട്ടുള്ള പണമിടപാടുകളൊക്കെ നടത്താറുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടി ബാങ്കുകൾ ചെയ്തു തരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് what is the meaning of commercial bank, then what are the functions of commercial bank. ഇ ബാങ്കിങ് സൗകര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇ ബാങ്കിങ് എന്നുള്ളത് നോക്കാം. ഇലക്ട്രോണിക് ബാങ്കിങ് or internet banking means that any user can get connected to the bank's website to perform banking operations and services with the help of a computer or mobile phone. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ ബാങ്കിങ് ഇടപാടുകൾ നടത്തുക. അതാണ് നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി ഇ ബാങ്കിങ് സർവീസസ്? ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് സേവനങ്ങളെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. നമ്മൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ATMകൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നേരിട്ട് ബാങ്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബാങ്ക് എന്ത് ചെയ്യും? ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും, ATM കാർഡ് ഇഷ്യൂ ചെയ്യും. ആ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് ATM കാർഡും അതേപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് ഉണ്ടാവും. ആ രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ATM കൗണ്ടറിൽ പോയിട്ട് നമ്മുടേതായിട്ടുള്ള ക്യാഷ് പിൻവലിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ പലരും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ഫീസ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളുടേതായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഇലക്ട്രോണിക്കായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് പോയിൻ്റ് ഓഫ് സെയിൽ. അപ്പോൾ പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ POS മെഷീനുകൾ ഉപയോഗിച്ചിട്ട്, ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാഷായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അവിടെ ഈ POS മെഷീനുകൾ ഉണ്ടാവും കടകളിൽ. അതിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. ദെൻ അടുത്തത് പറഞ്ഞ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഇൻവോയ്സസ്, ഷിപ്പിംഗ് ബിൽ എക്സെട്ര ക്യാൻ ബി സെൻഡ് ടു ദി പാർട്ടീസ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല്, അപ്പോൾ അതേപോലെ തന്നെ ക്യാഷ് റെസീറ്റ്, ഇതൊക്കെ നമുക്ക് നേരിട്ട് തരാതെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഓൺലൈൻ പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് അവർ ഓൺലൈനായിട്ട് അയച്ചു തരികയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈനായിട്ട് വാങ്ങുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇൻവോയ്സിൻ്റെ കോപ്പി വേണമെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് കോപ്പി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഓൺലൈനിലൂടെ നമുക്ക് തരാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ വരുന്ന കാർഡാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടേതായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ സാധിക്കും. അതാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്? അപ്പോൾ എന്തൊക്കെയാണ് ഇ ബാങ്കിങ് സേവനങ്ങളുടേതായിട്ടുള്ള ഗുണങ്ങളായിട്ട്, മേന്മകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഇ ബാങ്കിങ് ഫെസിലിറ്റേറ്റ്സ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഓൺലൈനായിട്ട് നടത്താം. അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ഇടപാടുകൾ നടന്നു, സാമ്പത്തികപരമായിട്ടുള്ള എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫീസ് എനിക്ക് അടച്ച് തന്ന സമയത്ത് അത് കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓൺലൈനായിട്ട് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ
കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഈ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്. മറ്റൊന്ന്, ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് 24 hours 365 days a year സർവീസ് ടു ദ കസ്റ്റമേഴ്സ് ഓഫ് ദി ബാങ്ക്. അതേപോലെ തന്നെ നമുക്ക് വർഷത്തിൽ 365 ദിവസവും അതേപോലെ തന്നെ 24 മണിക്കൂറും സേവനങ്ങൾ ചെയ്യാമെന്നുള്ളത്, നമ്മുടേതായിട്ടുള്ള ബാങ്കിങ് ഇടപാടുകൾ നടത്താമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മേന്മ. മറ്റൊന്ന്, എനിവേർ ബാങ്കിങ് ഈസ് പോസിബിൾ. അപ്പോൾ അതായത് നമുക്ക് എവിടെ നിന്നും നമ്മുടേതായിട്ടുള്ള ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ സാധിക്കും. പിന്നെ ഇറ്റ് ക്രിയേറ്റ്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കും. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എവിടുന്ന് പൈസ വരുന്നു, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ സാമ്പത്തികപരമായിട്ടുള്ളൊരു അച്ചടക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് വർക്ക് ലോഡ് ടു ബ്രാഞ്ചസ്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വ്യക്തികൾ പോയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലയളവിലൊക്കെ നമ്മൾ ബാങ്കിലേക്കൊക്കെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് തിരക്കും അതേപോലെ തന്നെ ബാങ്കിലുള്ളവർക്ക് ഒരുപാട് ജോലി ഭാരമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇ ബാങ്കിങ്, ഇത്രയും കാര്യങ്ങളാണ് ഇ ബാങ്കിങ്ങിൽ വരുന്നത്. ആണ് ഈ ഇൻഷുറൻസിൻ്റെ മീനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് വൺ പാർട്ടി അഗ്രീസ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ ടു പേ ആൻ അഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി ടു മേക്ക് എ ലോസ്, ഡാമേജ് or injury to something of value in which the insured has a pecuniary interest as a result of some uncertain event. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു തുക കൊടുത്തിട്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇൻഷുർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അപകടം മൂലമോ തീപിടുത്തം മൂലമോ ഒക്കെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമുക്ക് ഇൻഷുറൻസ് കമ്പനി നികത്തി തരും. നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തി തരും. അപ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ നികത്തി തരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യും. അപ്പോൾ ആ ഒരു ഇൻഷുർ ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത തുക നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയിൽ അടയ്ക്കണം. ഇനി ദ എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്റ്റ് ഈസ് പുട്ട് ഇൻ റൈറ്റിംഗ് ആൻഡ് ഈസ് നോൺ ആസ് പോളിസി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. അപ്പോൾ ഈ കരാർ എപ്പോഴും എഴുതി തയ്യാറാക്കിയതായിരിക്കണം. ഈ കരാറിന് നമ്മൾ പറയുന്ന പേരാണ് പോളിസി. ദ പേഴ്സൺ ഹൂസ് റിസ്ക് ഈസ് ഇൻഷുർഡ് ഈസ് കോൾഡ് ഇൻഷുർഡ്. ആരുടെ റിസ്ക്, നഷ്ടസാധ്യതയാണോ ഇൻഷുർ ചെയ്യുന്നത് അവരെ നമ്മൾ ഇൻഷുർഡ് എന്നും, ആൻഡ് ദി ഫേം വിച്ച് ഇൻഷുവേഴ്സ് ദ റിസ്ക് ഓഫ് ലോസ് ഈസ് നോൺ ആസ് ഇൻഷുറർ. നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻഷുർ ചെയ്യുന്നത് അവരെ നമ്മൾ ഇൻഷുറർ എന്നും പറയും. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനം നമ്മൾ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഷുർഡും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഇൻഷുററുമായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് അത് ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഉത്തമ വിശ്വാസം. അതായത് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ഇൻഷുർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യങ്ങളും നമ്മൾ ഒളിച്ചു വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുമായിട്ട് പങ്കുവെച്ചിരിക്കണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഫൗണ്ട് ഓൺ അറ്റ്മോസ്റ്റ് ഫെയ്ത്ത്. അതായത് പരസ്പര വിശ്വാസത്തിൻ്റെ, പരമമായ ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്.
ബോത്ത് ദി ഇൻഷുറർ ആൻഡ് ദി ഇൻഷുർഡ് ഷുഡ് ഡിസ്പ്ലേ ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അതർ ഇൻ റിഗാർഡ് ടു ദി കോൺട്രാക്റ്റ്. അപ്പോൾ ഈ കരാറിൽ രണ്ടുപേരും ഇൻഷുററും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും അവരുടേതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് വരുന്നത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം. ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇൻഷുർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തിത്തരും. അപ്പോൾ നമുക്ക് ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. അതായത് ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പണപരമായിട്ടുള്ള താല്പര്യമാണ്, മോണിറ്ററി ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തത് ഇൻഡെംനിറ്റി, നഷ്ടോത്തരവാദിത്വം. ആൻ ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് പേഴ്സണൽ ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. അതായത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ നമ്മൾ വ്യക്തികൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഷുറൻസിലും വരുന്നതാണ് ഇൻഡെംനിറ്റി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡെംനിറ്റി എന്ന് നമുക്ക് നോക്കാം. ഹിയർ ദ ഇൻഷുർഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഓൺലി ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് സഫേർഡ് ബൈ ഹിം. അതായത് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്, ഒരു ഇൻഷുർഡിന് എത്ര രൂപയാണോ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ആ നഷ്ടം മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരികയുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ബി എ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. ഒരിക്കലും ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സായിട്ട് അല്ലെങ്കിൽ മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഇൻഡെംനിറ്റി എന്നുള്ള പോളിസി ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടി നമ്മൾ പോളിസി എടുക്കുകയാണ് ലൈഫ് ഇൻഷുറൻസിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഇൻഡെംനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്താണ്, ഒരിക്കലും ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അതുമൂലം നമുക്കുണ്ടാവുന്ന നഷ്ടം ഒരിക്കലും സാമ്പത്തികമായിട്ട് നമുക്ക് എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ലൈഫ് ഇൻഷുറൻസിനും പേഴ്സണൽ ഇൻഷുറൻസിനും ബാധകമല്ല എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റിയിൽ എന്താ ചെയ്യുന്നത്, നമുക്കൊരു 1,00,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ 1,00,000 രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുള്ളൂ. അല്ലാതെ ഒരു 3,00,000 ഇന്ന് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടത്തിന് ഒരു 3,00,000 നിങ്ങൾക്ക് തരാമെന്നൊന്നും ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി പറയില്ല. നമ്മൾ എത്ര ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ വന്ന നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടി മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരാറുള്ളൂ. അതുകൊണ്ടാണ് ഇറ്റ് വിൽ നോട്ട് ബി എ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. ഒരിക്കലും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, പ്രോക്സിമേറ്റ് കോസ്, കോസ പ്രോക്സിമ, സമീപസ്ഥ കാരണം. According to this principle, an insurance policy is designed to provide compensation only for such losses as are caused by the perils which are stated in the policy. അതായത് ഈ പ്രിൻസിപ്പിൾസ് പ്രകാരം പറയുന്നത്, നമ്മൾ എന്തിനെതിരായിട്ടാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ കാരണം വന്നാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി നഷ്ടം നികത്തി തരികയുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനം തീപിടുത്തത്തിനെതിരെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തീപിടുത്തം മൂലം എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ നഷ്ടം നികത്തി തരികയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കള്ളൻ വന്നിട്ട് നമ്മളെ ബിസിനസ് കടയിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയി, അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടം നികത്തി തരില്ല. കാരണം എന്താണ്, അപ്പോൾ നമ്മൾ പോളിസി എടുത്തിരിക്കുന്നത് തീപിടുത്തത്തിനെതിരായിട്ടാണ്, ഫയറിനെതിരായിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു അപകടം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് പോളിസി നമ്മുടെ നഷ്ടം നികത്തി തരുകയുള്ളൂ. അതാണ് പ്രോക്സിമേറ്റ് കോസ് അല്ലെങ്കിൽ സമീപസ്ഥ കാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സബ്രുഗേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി, സബ്രുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിത്യാഗം. It refers to the right of the insurers
insurer to stand in the place of the insured after settlement of the claim. As far as the right of insured in respect of the recovery from an alternative source is involved. This is because the insured should not make profit by selling the damaged property. സബ്രഗേഷൻ അല്ലെങ്കിൽ പരിത്യാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്തു, തീപിടുത്തത്തിനെതിരായിട്ടാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ പിന്നെ നഷ്ടമൊക്കെ നികത്തി നമ്മളെ അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്തു, നമുക്ക് എത്രയാണോ തരാനുള്ളത് അത് ഇൻഷുറൻസ് കമ്പനി തരികയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞാൽ ബാക്കി ആ തീപിടുത്തം മൂലം ഉണ്ടായിട്ടുള്ള ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി അതിൻ്റെ മുകളിലുള്ള എല്ലാ ഉത്തരവാദിത്വം പിന്നീട് ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഇത് നമ്മളൊരു ബിസിനസ് സ്ഥാപനം ഇൻഷുർ ചെയ്തു, തീപിടുത്തത്തിനെതിരായിട്ടാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഷുർ ചെയ്ത സമയത്ത് നമ്മളെ നഷ്ടമൊക്കെ എത്രയാണെന്ന് തിട്ടപ്പെടുത്തി നമുക്ക് ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ ഒരു തുക തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ബാക്കി പിന്നീട് അങ്ങോട്ട് ആ ഒരു തീപിടുത്തം മൂലം ഉണ്ടായിട്ടുള്ള വസ്തുക്കൾ എന്താണോ അതിൻ്റെ മുകളിലുള്ള എല്ലാ അധികാരവും ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ സാധനമായിട്ട് അതിനെ എടുക്കാൻ സാധിക്കില്ല. അതാണ് സബ്രഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺട്രിബ്യൂഷൻ, വീതാംശം. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എൻ ഇൻഷുറർ ഹൂ ഹാസ് പെയ്ഡ് ക്ലെയിം അണ്ടർ എൻ ഇൻഷുറൻസ് to call upon other liable insurers to contribute for the loss of payment. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടി തന്നെ ഒരു 3 ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കൊരു 3 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ തുക നമ്മൾ ഈ പറഞ്ഞ 3 കമ്പനിയിൽ നിന്നും നമുക്ക് ഈടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് 3 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും? ബാക്കി 2 കമ്പനിയിൽ നിന്നും പിന്നെ ഈ 3 ലക്ഷത്തിൻ്റേതായിട്ടുള്ള വീതാംശം വീതിച്ചെടുക്കും. അതാണ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. ആ 3 ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഒരേ വസ്തു തന്നെ 3 സ്ഥലങ്ങളിൽ ഇൻഷുർ ചെയ്യാണ്. അതായത് ABC ഇത് 3 ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പോൾ ഈ 3 ഇൻഷുറൻസ് കമ്പനികളിലും നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനി നമുക്ക് 1 ലക്ഷം തരും, ബി എന്ന് പറയുന്ന കമ്പനി 1 ലക്ഷം തരും, സി എന്ന് പറയുന്ന കമ്പനി 1 ലക്ഷം തരും. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന കമ്പനി നമുക്ക് 3 ലക്ഷം തരികയും ഈ എ തന്നെ ബാക്കി ബിയിൽ നിന്നും സിയിൽ നിന്നും എത്രയാണോ കിട്ടേണ്ടത് അത് എ വാങ്ങിയെടുക്കും. അതാണ് കോൺട്രിബ്യൂഷനിൽ പറയുന്നത്. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ ഇൻഷുറർ ഹു ഹാസ് പെയ്ഡ് ക്ലെയിം അണ്ടർ ആൻ ഇൻഷുറൻസ് ടു കോൾ അപ്പോൺ അതർ ലയബിൾ ഇൻഷുറേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ഫോർ ദി ലോസ് ഓഫ് പേയ്മെൻറ്റ്. ഒരു ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുർഡിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുകയും ഈ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എത്രയാണോ ആ കമ്പനിക്ക് വരുന്നത് ആ തുക വീതം വെച്ച് മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും അയാൾ വാങ്ങിയെടുക്കും. അതാണ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, മിറ്റിഗേഷൻ, നഷ്ടലഘൂകരണം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻഷുർഡ് ടു ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ് ദി ലോസ് ഓർ ഡാമേജ് ടു ദി ഇൻഷുർഡ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഇൻഷുർ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അതുമൂലം ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ എടുക്കാതിരിക്കരുത്. അതായത് ഇപ്പോൾ നമ്മുടെ സ്ഥാപനം തീപിടുത്തത്തിനെതിരായിട്ടാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് തീപിടുത്തം ഉണ്ടായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് കത്തിക്കോട്ടെ, ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ട തുക തരും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഫയർഫോഴ്സിനെ അറിയിക്കുകയും അതേപോലെ തന്നെ തീപിടുത്തം കുറയ്ക്കാൻ വേണ്ട എല്ലാ നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതാണ് മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇൻഷുർഡ്, അതായത് ഇൻഷുർഡിൻ്റെ ഉത്തരവാദിത്തമാണ് ടു ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ് ദി ലോസ്.
നമ്മൾ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്പും നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സ്റ്റെപ്പുകളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. സംഭരണശാലകൾ. എ വെയർഹൗസ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ ദി സ്റ്റോറേജ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ഗുഡ്സ്. ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള വസ്തുക്കൾ, സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ സ്ഥാപനത്തിനാണ് നമ്മൾ വെയർഹൗസുകൾ എന്ന് പറയാറുള്ളത്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയർഹൗസസ്? അപ്പോൾ ഈ വെയർഹൗസുകളെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള വെയർഹൗസുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൈവറ്റ് വെയർഹൗസസ്, സ്വകാര്യ സംഭരണശാലകൾ. Private warehouses are operated, owned and leased by a company handling their own goods. അതായത് ഒരു സ്വകാര്യ സ്ഥാപനം അവരുടേതായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെയർഹൗസുകൾക്കാണ് പ്രൈവറ്റ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ സ്ഥാപനം അയാളുടേതായിട്ടുള്ള ബിസിനസ്സിൻ്റേതായിട്ടുള്ള റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, സംഭരണശാലകൾക്ക് രൂപം നൽകാറുണ്ട്. അതൊരു പക്ഷേ സ്വന്തമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്തതാവാം, അപ്പം അങ്ങനെയുള്ള ഏതും ആവാം. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വെയർഹൗസുകളെയാണ് പ്രൈവറ്റ് വെയർഹൗസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് പബ്ലിക് വെയർഹൗസ്, പൊതു വെയർഹൗസുകൾ അല്ലെ പൊതു സംഭരണശാലകൾ. പബ്ലിക് വെയർഹൗസസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ബൈ ട്രേഡേഴ്സ്, മാനുഫാക്ചേഴ്സ് ഓർ എനി മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് സ്റ്റോറേജ് ഫീ ഓർ ചാർജസ്. അതായത് ഇവിടെ നമ്മൾ വെയർഹൗസുകൾ ഉപയോഗിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വെയർഹൗസുകളാണ് പൊതു വെയർഹൗസുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, പബ്ലിക് വെയർഹൗസസ്. അതായത് നമുക്ക് ഇത്തരം വെയർഹൗസുകളിൽ നമ്മളെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഈ പബ്ലിക് വെയർഹൗസുകൾ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ വെക്കുന്ന സമയത്ത് അവർ പറയുന്ന ഫീസ് നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ആർക്ക് വേണമെങ്കിലും അവിടെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് വെയർഹൗസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. These warehouses provide other facilities also like transportation by rail and road. അതായത് നമുക്കറിയാം ഈ വെയർഹൗസുകൾ എന്ന് പറഞ്ഞ സമയത്ത് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് ഒരുപാട് അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പലപ്പോഴും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ളതാവാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ആവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ട്രെയിൻ വഴിയായിരിക്കാം, അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ട്രെയിനൊക്കെ ഉപയോഗിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ഗതാഗത സൗകര്യവും ഇത്തരത്തിലുള്ള പൊതു വെയർഹൗസുകൾ നൽകാറുണ്ട്. They have to obtain a license and their working is subject to some government regulations. അതായത് നമുക്കൊരു പബ്ലിക് വെയർഹൗസ് തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള പെർമിഷൻ കിട്ടിയിരിക്കണം, ലൈസൻസ് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെ ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ച് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾ അവരുടെ വെയർഹൗസുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൈവറ്റ് വെയർഹൗസ്. പബ്ലിക് വെയർഹൗസ് എന്ന് പറഞ്ഞ സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇത്തരം വെയർഹൗസുകളിൽ റെൻറ്റ് കൊടുത്ത്, വാടക കൊടുത്ത് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. അതാണ് പബ്ലിക് വെയർഹൗസുകൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബോണ്ടഡ് വെയർഹൗസ്. Bonded warehouses are licensed by the government to accept imported goods prior to the payment of tax and customs duty. അതായത് നമ്മൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ സർക്കാരിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം വിദേശത്തു നിന്ന് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് സർക്കാരിലേക്ക് നമ്മൾ നികുതിയും അതേപോലെ തന്നെ കസ്റ്റംസ് തീരുവൊക്കെ അടയ്ക്കണം.
അപ്പോൾ ഇങ്ങനെ അടയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇത്തരം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. അത്തരം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന വെയർഹൗസുകൾക്കാണ് ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറയുന്നത്. These are goods which are imported from other countries. Importers are not permitted to remove goods from the docks or the airport till custom duty is paid. അതായത് നമ്മൾ പറഞ്ഞു വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന വെയർഹൗസുകളാണ് ബോണ്ടഡ് വെയർഹൗസുകൾ. ഇപ്പോൾ നമ്മൾ വിദേശത്ത് നിന്ന് സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ അതിന് മുൻപായിട്ട് സർക്കാരിലേക്ക് നമ്മൾ ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് സാധനം വിട്ടു തരികയുള്ളൂ. അപ്പോൾ നമുക്ക് സാധനം വിട്ടു തരുന്നതിന് മുൻപായിട്ട് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക അടയ്ക്കുന്ന എപ്പോഴാണോ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയും ടാക്സും സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെയർഹൗസുകൾക്കാണ് ബോണ്ടഡ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. These warehouses have facilities for branding, packaging, grading and blending. അതായത് ഇത്തരം വെയർഹൗസുകൾ പിന്നെ ബിസിനസ്സുകാർക്ക് ചില സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് പേര് കൊടുക്കുക, ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് ശരിയായ രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളെ ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പല സേവനങ്ങളും ഇത്തരം വെയർഹൗസുകൾ ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗവൺമെൻറ് വെയർഹൗസസ്. ദീസ് വെയർഹൗസസ് ആർ ഫുള്ളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളോടുകൂടി ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വസ്തുക്കൾ മാത്രം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെയർഹൗസുകളാണ് ഗവൺമെൻറ് വെയർഹൗസുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ FCI എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ റേഷൻ കടകളിലേക്കൊക്കെ വരുന്ന സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് ഈ FCIകളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പിന്നെ ഗവൺമെൻറ് വെയർഹൗസസിലാണ് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് കോപ്പറേറ്റീവ് വെയർഹൗസസ്. ദീസ് ആർ ഓൺഡ് ബൈ കോപ്പറേറ്റീവ് അണ്ടർടേക്കിങ്സ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1912 കോപ്പറേറ്റീവ്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടും വെയർഹൗസുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത്തരം വെയർഹൗസുകളാണ് കോപ്പറേറ്റീവ് വെയർഹൗസുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. Some marketing cooperative societies or agriculture cooperative societies have to set up their own warehouses for members. അതായത് പല പിന്നെ വിപണന സഹകരണ സംഘങ്ങളും അതേപോലെ തന്നെ കാർഷിക സഹകരണ സംഘങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കോപ്പറേറ്റീവ് വെയർഹൗസസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വെയർഹൗസിങ്, എന്താണ് സംഭരണശാലകൾ, അതിൻ്റെ മീനിങ് പറഞ്ഞു. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയർഹൗസ്